ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫോർഡിന്റെ എക്കോസ്പോർട്ട് 2018 മോഡലാണ്. ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 18 മോഡലിന് റേറ്റ് തിരക്കില്ല. വീഡിയോ ഫുള്ള് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം 2018 മോഡൽ വണ്ടിയാണ്. അത് മാത്രമല്ല, ഇത് ട്രെൻഡ് ലൈനിൽ വന്നേക്കുന്ന വാഹനമാണ്, ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കാണിക്കും, ഞാൻ വിശദമായി വന്നേക്കാം. ഓക്കെ, അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ റെഡ് കളറാണ്. റെഡ് കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ പ്രസൻസ് കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ റോഡിൽ കിടങ്ങാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫോക്സ് വാഗൻ, ഫോർഡ്, അതേപോലെ സ്കോഡ, ഇതിൻ്റെയൊക്കെ റെഡിന് പ്രത്യേക ഒരു ഇടുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ നോക്കി നിന്നാണ് റെഡും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. ഓക്കെ, നമുക്ക് ഈ ഒരു വാഹനമാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കണേ. ഇത് 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 18 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ട്രെൻഡ് ലൈനിൽ വന്നേക്കുന്നത് ഡീസൽ ഓപ്ഷൻ വാഹനമാണ്. നല്ല മൈലേജ് വരുന്ന വാഹനം കൂടിയാണ്. പിന്നെ ടോർക്ക് പറയണ്ടല്ലോ, ഡീസലിൻ്റെ നല്ല പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനം കൂടിയാണ് ഈ ഒരു ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. പിന്നെ ഫോർഡിൻ്റെ ഇപ്പോൾ നിലവിൽ ഇവിടെ അവർ സെയിൽസും കാര്യങ്ങളൊക്കെ നിർത്തിയെങ്കിലും ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ ഫോർഡിൻ്റെ ഈ എക്കോസ്പോർട്ടാണ് എന്താ പറയുക, ഫോർഡിനെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ വീൽ ആർച്ചും കാര്യങ്ങൾ നോക്കിക്കാം. ഇവിടെ നോക്കുമ്പോൾ ചെറിയ സ്ക്രാച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, വീൽ ആർച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഫോഗ് ലാംപ്സും നല്ല ഭംഗിയിൽ തന്നെ, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കാം. ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഫ്രണ്ട് ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നീറ്റായിട്ട് ഹെഡ് ലാംപ്സ്. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോഗ് ലാംപ്സ് ഒക്കെ നോക്കാം, ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു. വീൽ ആർച്ചിൽ ചെറിയൊരു ചളക്കം നമുക്ക് കിട്ടുന്നുണ്ട്. ടയേഴ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഡോർ നോക്കാം, 2 ഡോർ നോക്കാം. 2 ഡോറും പക്കയാണ്. താഴെ ലൈനിങ്ങിൻ്റെ അവിടെ ചെറിയ 1-2 ഡെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. വീലാർസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റാണ്, നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് വ്യൂ നോക്കാതെ തന്നെ നീറ്റാണ്. അതേപോലെ നമുക്ക് ഡീഫോഗറും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു വിൻഷീൽഡ് കാണാൻ പറ്റും. റിയർ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. ഇവിടെ എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനിൽ ബമ്പേഴ്സൊക്കെ ഓക്കെയാണ്. ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡോറും ഇവിടെ ഓക്കെയാണ്. ചെറിയൊരു ഡെൻറ്റ് ആ ലോവർ പോർഷനിലുണ്ട്. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം, ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇവിടെ നോക്കുമ്പോൾ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഓറിയം കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് നോക്കാം. സീറ്റ് നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ്സാണ്, കമ്പനി സീറ്റ്സ്. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. നോക്കുമ്പോൾ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിലും എയർ ബാഗ്, സ്റ്റിയറിങ്ങിൻ്റെ അവിടെ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഡിൽ നമുക്ക് ഹെഡ്സപ്പ് ആയിട്ട് എടുക്കുന്ന ഡിസ്പ്ലേ കാണാം. കീ ഞാൻ പവർ ഓൺ ചെയ്യണം. നമുക്കിനി ലോവർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഗിയർ നോവും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ 1,10,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാറ്റ് നോക്കാം. ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സ് കമ്പനി സീറ്റ്സ് തന്നെയാണ്, നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്ന കമ്പനി സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് പാസഞ്ചർ സൈഡ് നോക്കാം. ഇവിടെയും നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ്. റൂഫും ഇതേപോലെ തിരക്കില്ലാത്ത രീതിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഹെഡ്സപ്പായിട്ട് നിൽക്കുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. അതുകൂടാതെ തന്നെ തൈ സപ്പോർട്ട് വരുന്ന ആ ഒരു സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നോക്കിയേക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ എഞ്ചിൻ ഭാഗം. ഇപ്പോൾ എഞ്ചിൻ ഭാഗത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. മൊത്തത്തിൽ നമ്മൾ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പോട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കാണിച്ചു തരാം. പേസ്റ്റിങ് കാര്യങ്ങളും ആപ്രോൺ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ക്ലോസ് വ്യൂ തരാം.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലിഡൊന്ന് കാണിച്ചേക്കാം. ലിഡിലെന്തെങ്കിലും റസ്റ്റിങ് കാര്യങ്ങളോ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ബാക്ക് സൈഡിൽ പോയി ഇതിൻ്റെ ബൂട്ടും അതേപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ റിമോട്ടായിട്ട് നമുക്കിവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ എക്കോസ്പോർട്ടിൽ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു തനതായ ശൈലിയിലുള്ള ഡോർസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ സ്പേസ് കൂട്ടാനായിട്ട് ചെറിയൊരു ബൾജിങ് ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ബൂട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ അഡ്ജസ്റ്റ് നോക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും പാച്ച് ഉണ്ടെങ്കിൽ അതും ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വില കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഫ്രണ്ടിൽ തന്നെ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2018 മോഡലുണ്ട്, ഡീസലാണ്. പിന്നെ കിലോമീറ്റർ 1 lakh പ്ലസ് വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനം കൂടിയാണ്, ഓടി എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് റേറ്റിലേക്ക് പോകാം. റേറ്റിലേക്ക് പോകണമെങ്കിൽ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ ഞാൻ പരിചയപ്പെടുത്തിയാണ്. ഏത് വാഹനം വാങ്ങിക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് ചെന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ സബ്സ്ക്രൈബർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിച്ചേക്കാം. 7012665202 എന്ന നമ്പറിനകത്തേക്ക് വിളിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് 6,10,000 രൂപയാണ്. 6.10 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു വിശേഷം. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.